ഓക്കെ. ഒരിക്കൽ കൂടെ ഈ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മൾ നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണത്. ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മണി അത് നിങ്ങളെ ലൈഫിൽ തീർച്ചയായിട്ടും ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ നമ്മൾ ഫുള്ളായിട്ട് സറണ്ടേർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എത്രമാത്രം നമ്മൾ സറണ്ടർ ആയിട്ട് ഇരിക്കുന്നുവോ അത്രയും നമ്മളിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 3 ലെവലിലൂടെ കൊണ്ടുപോകുന്ന സെഷനാണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ ആൻഡ് ബാലൻസ് യുവർ ലൈഫ് എന്ന്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഇങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എവിടേക്കോ പിടിച്ചു വെക്കപ്പെട്ടതാണ്. എവിടേക്കോ ബ്ലോക്കാണ് അതിന് സംഭവിച്ചിട്ടുള്ളത്. ആ ബ്ലോക്കിനെ റിമൂവ് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യാലിറ്റി പുറത്തു വരും. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ളതും ദെൻ നമ്മളെ ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പല മേഖലകളിലൂടെ 8 ലെവലിലൂടെയാണ് നമ്മളെ ലൈഫ് കടന്നു പോകേണ്ടത്. ആ മേഖലകൾ മുഴുവൻ ബാലൻസ് ആവുമ്പോഴാണ് ലൈഫ് സക്സസ് ആവും. അപ്പൊ അതാണ് ഈ ഫസ്റ്റ് ലെവൽ. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു 7 ഡേയ്സിലൂടെ കടന്നു പോകുന്നത്. ദെൻ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഗോൾ സെറ്റിംഗ് ആൻഡ് വിഷൻ ബോർഡ് സെറ്റിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മളുടെ ബ്ലോക്കിനെ റിമൂവ് ചെയ്ത് നമ്മളുടെ കഴിവിനെ മനസ്സിലാക്കി കഴിഞ്ഞ് അതിൽ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ പിന്നീട് നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമല്ലോ. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് ഈ മേഖലകളിൽ ഏതൊക്കെ മേഖലകളിലാണോ 8 തലം എന്ന് പറഞ്ഞു, ആ 8 തലങ്ങളിലും സെപ്പറേറ്റ് ആയിട്ട് ഗോള് ഫിക്സ് ചെയ്ത് അതിനെ ദൃശ്യവൽക്കരിച്ച് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ലെവല് കടന്നു പോവുക. ദെൻ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു, ദൃശ്യവൽക്കരിച്ചു, വിഷൻ ബോർഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇത് നേടിയെടുക്കണ്ടേ? വെറുതെ ചുമരിൽ കുറെ പിക്ചർ വെച്ചു എന്നുള്ളതുകൊണ്ട് കാര്യം നടക്കൊന്നുമില്ല. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കണം, നമ്മളെ ലക്ഷ്യങ്ങൾ എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ എന്ന് പറയും, നേടിയെടുക്കുക. ഈ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനുള്ള കോഡ്, അതിന് വേണ്ട ലോസ്, അതായിരിക്കും തേർഡ് ലെവലിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ടോട്ടലി നമ്മൾ മൊത്തം നമ്മളെ ഉള്ളിലുള്ള ബ്ലോക്കിനെ റിമൂവ് ചെയ്ത് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് നേടിയെടുക്കുന്നത് വരെ നിങ്ങളെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ. അപ്പോ അതിലൂടെ നിങ്ങൾ ഫുൾ സറണ്ടേർഡ് ആയിട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് യു ഹാവ് ചേഞ്ച്. ഓക്കെ, റെഡി? റെഡിയാണോ? യെസ്. അപ്പൊ നമ്മള് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കുറെ പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും അല്ല ഇത് എടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം ഇതിൽ ഞാൻ ഓരോരുത്തരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ നിൽക്കണം, അതിന് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഇടയ്ക്ക് ലീവ്, ഇടയ്ക്ക് പോവുക, അങ്ങനെ ഇങ്ങനെ അതൊന്നും, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു ട്രെയിനിങ്ങിൽ പോകുന്നത് പോലെ തന്നെ ഇത് കഴിയുള്ളൂ. ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം, ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെയുള്ള ലെവലിലൂടെ കടന്നു പോകും. അതല്ല നമുക്ക് വേണ്ടത്. നമ്മളിലൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ടൂൾസിനെ വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യേണ്ടടുത്ത് ചെയ്തിട്ട് വേണം നമ്മൾ പോകണമെങ്കിൽ. അപ്പോഴാണ് അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഞാൻ ഇതുവരെ കടന്നു പോയിട്ടുള്ള വഴികളിൽ നിന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള, എന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വൺസ് അഗെയിൻ ഞാൻ മുബഷിറ ഫാറൂഖ്, ക്ലാരിറ്റി കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ആളുകളിലെ അവരുടെ ലക്ഷ്യങ്ങൾ അത് എവിടെയോ സ്റ്റെക്കായി കിടക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അതിൽ സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. അടുത്ത ലെവലിലേക്ക് തേടി പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആലോചിക്കും, ഇതല്ലല്ലോ ഞാൻ ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ പർപ്പസ് കണ്ടെത്തി അവരുടെ ഏരിയ മനസ്സിലാക്കി കൊടുത്ത് അവരിലേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്റെ പർപ്പസ്. അപ്പം ഒരുപാട് വഴികൾ താണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഓരോരുത്തരുടെ ഹിസ്റ്ററി ഞാൻ കേട്ടു, ഓരോരുത്തരെ കുറിച്ച് ഞാൻ ഏകദേശം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു സെഷനിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിൽ 2-3 പേര് എനിക്ക് ഓൾറെഡി പരിചയമുള്ള ആൾക്കാരാണ്. പുതിയതായിട്ട് വന്നിട്ട് ഉള്ള, ഇന്ന് ഇപ്പൊ സെഷനിൽ ഇല്ലാത്ത 2-3 പേരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവര് തരണം ചെയ്തതുപോലെയുള്ള വലിയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ. ഒരു സാധാരണക്കാരിയായിട്ട് 2009 എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ള ജീവിതമാണ്. 2009 ഫെബ്രുവരി 14. ഈ ഫെബ്രുവരി 14 ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ?
എന്താണ് എന്താണ് റാഷിപ്പ? മൈക്ക് ഓൺ ചെയ്യും. February 14, Valentine's Day. വാലന്റൈൻസ് ഡേ മറക്കാറില്ല അല്ലെ? ഈ വാലന്റൈൻസ് ഡേയുടെ അന്നാണ് എന്റെ കല്യാണം. അപ്പം +1 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച സമയം മാത്രം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമില് കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് കോളേജ് സ്കൂളിൽ മൊത്തം നടക്കുക, ഓടി നടക്കുക, ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ കല്യാണം പറയാൻ വേണ്ടി നടക്കുന്ന സമയത്ത് കുറെ കുട്ടികളുടെ അടുത്ത് കല്യാണം പറയുന്നു. അതിൽ ഒരു ടീമിന്റെ അടുത്ത് പോയി കല്യാണം പറഞ്ഞ സമയത്ത് ഒരുത്തൻ ഒരൊറ്റ തിരിച്ചിലങ്ങ് തിരിഞ്ഞു, ഭയങ്കര വിഷമത്തില്. അപ്പൊ എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല, എന്താ സംഭവിച്ചെന്ന്. അപ്പൊ ഞാൻ അവന്റെ സുഹൃത്തിനോട് ചോദിച്ചു, എന്താ കാര്യം, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ ഇവൻ പറഞ്ഞു, നെക്സ്റ്റ് ഡേ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയുടെ അന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വരാൻ നിൽക്കായിരുന്നു ഇവൻ. അതിനുവേണ്ട കാര്യങ്ങൾ വരെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനമൊക്കെ കേട്ടിട്ടാണ് ഞാൻ കല്യാണത്തിലേക്ക് പോകുന്നത്. പക്ഷെ അവിടുന്ന് +1 ഒരാഴ്ച മാത്രം, ആ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പിന്നെ നമുക്കൊരു ലോക്കാണ് അല്ലെ? ആ ലോക്കിൽ നമ്മൾ അവരുടെ ആ ഒരു റൂട്ടിൽ ഇങ്ങനെ പോവാ. അവിടെ മറ്റുള്ള തരത്തിലുള്ള ഒരു കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണം, അതൊന്നും പിന്നെ നടക്കൂല. അപ്പൊ അങ്ങനെ ഒരു ലോക്ക് കിട്ടിയിരുന്നു എനിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ. ആ ലോക്കിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഇവിടെ പലരും പറഞ്ഞ കഥകള് എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച സ്റ്റോറികളാണ്, ഞാൻ കടന്നുപോയ വഴികളാണ്. എനിക്ക് സാമ്യമായിട്ടുണ്ട് ഇവിടുത്തെ ചില വ്യക്തികളുടെ കഥകളൊക്കെ, എനിക്ക് വളരെ സാമ്യമായിട്ടുള്ള കഥകളാണ്. അപ്പൊ അത്രയും ലൈഫിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്റെ ഫാമിലിയിൽ നമുക്ക് വിചാരിക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിട്ടായിരിക്കും മാമൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിലുള്ള പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് സ്കൂള് വിട്ട് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ കിട്ടുക എന്നൊക്കെ നമ്മൾ കൊതിക്കും. വിശന്നിട്ടൊക്കെ ആയിരിക്കും സ്കൂള് വിട്ട് വരുന്ന സമയത്തൊക്കെ. +1 പഠിക്കുന്ന കുട്ടിയെന്ന് ആലോചിക്കണം. 16-ാമത്തെ വയസ്സിലേക്ക് കടന്നിരിക്കുന്ന പ്രായം. അന്ന് സ്കൂൾ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി വന്ന വിശന്ന വീട്ടിൽ നിന്ന് വേഗം ഉമ്മ കഞ്ഞി, ഉമ്മ ചായ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്ന ആ ഒരു പ്രായമാണ്. ആ ഒരു പ്രായത്തിൽ മറ്റൊരു വീട്ടിലാണ് നമ്മളുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് ചായ പോലും കിട്ടാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഒരു വളരെ കഠിനമായ, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ലൈഫിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരാൾ പോലും അവിടെ സപ്പോർട്ടിന് ഉണ്ടായിട്ടില്ല. ആ ജീവിതം അവിടെ നിന്ന് മുറിച്ച് അടുത്തൊരു ലൈഫിലേക്ക് പോകണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും എന്റെ ലൈഫിൽ ഞാൻ കടന്നു വന്ന വഴി, എനിക്ക് എന്റെ ലൈഫില് എന്റെ ഉമ്മ മാത്രമാണുള്ളത്. എന്റെ ഫാദർ എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഫാദറിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ അത്രയും 14-ാമത്തെ വയസ്സിൽ ഞാനൊരു മോളായിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയുന്നത് ഇവിടെ ഓരോ ആളുകളുടെ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് അത് തന്നെയാണ് സങ്കടം, ഇത് തന്നെയാണ് എന്റെ ജീവിതം, ഞാൻ ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ടവരാണ് എന്നൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ എന്റെ സ്റ്റോറി പറയുന്നത്. അപ്പം അവിടെ ഞാന് ഇങ്ങനെ എന്റെ ഉമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ 14-ാമത്തെ വയസ്സിൽ ഞാനൊരു മോളായിട്ടുണ്ട് എന്റെ ഉമ്മക്ക്. അപ്പം ആ ഒരു ചെറുപ്രായത്തിൽ വെറും 3-4 മാസം മാത്രം ദാമ്പത്യ ജീവിതം നയിച്ച എന്റെ മാതാവ് എനിക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അവിടെ ഞാൻ ഒരിക്കലും മറ്റുള്ള വീട്ടിൽ പോയിട്ട് അവിടുന്ന് തിരിച്ച് അതേപോലെ ഉമ്മയുടെ അടുത്തേക്ക് ഉമ്മക്ക് വേണ്ടി ഒരു ഭാരമായിട്ട് ചെല്ലേണ്ടവളല്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ അവിടെ സ്ട്രഗിൾ ചെയ്ത് ക്ഷമിച്ച് പിടിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡിനെ എനിക്ക് സ്നേഹം കൊണ്ട് മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യാം, കുറഞ്ഞ രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിരുന്നു ആ ഒരു കാലഘട്ടം. പക്ഷെ ഞാൻ അവിടെ സഹിച്ചു, ക്ഷമിച്ചു. പടച്ചോൻ അതിനെനിക്ക്, ഞാൻ വിശ്വസിക്കുന്ന എന്റെ സൃഷ്ടാവ് എനിക്ക് അതിനുള്ള, ആ ക്ഷമിച്ചതിനുള്ള അനുഗ്രഹം എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിന്നീട് എനിക്ക് തരികയുണ്ടായി. ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, എന്തിനാ ജീവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് ആരും ഇല്ലല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നു, എന്റെ സിസ്റ്റർ ഇൻ ലോസിന്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ എന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ടൂടെ എന്നൊക്കെ. കാരണം എനിക്ക് സിസ്റ്റേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ സങ്കടത്തോടെ പറയും, അവരെന്തെങ്കിലുമൊക്കെ പരാതികൾ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ എന്നെ ഒരു അനിയത്തിയായിട്ട് കണ്ടൂടെ എന്നൊക്കെ. പക്ഷെ അത് നമ്മൾ മാറി വന്നപ്പോ ആ അനിയത്തി സ്ഥാനൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നു. അവിടെ എവിടെയോ നമ്മളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്രയും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് പലതരത്തിലുള്ള സ്വന്തം ഫാദറിന്റെ, ഒരു വാപ്പ മകളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി സഹിക്കാൻ പറ്റുന്നതിലപ്പുറം സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അന്ന് ആ ഒരു നിമിഷത്തില് എനിക്ക്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പരിസരത്തുള്ളവരോട് മുഴുവൻ നമ്മളെ കുറിച്ച് ഒരാൾ നെഗറ്റീവായിട്ട് പറഞ്ഞു നടക്കുക, അത് സ്വന്തം ഫാദർ
ആലോചിച്ച് നോക്കണം. സ്വന്തം ഫാദർ സ്വന്തം മോളെ കുറിച്ച് അനാവശ്യമായിട്ട് പറഞ്ഞു നടക്കുമ്പോ അത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, എത്രമാത്രം നമുക്ക് സഹിക്കാൻ പറ്റും. അങ്ങനെയും സഹനത്തിന്റെ വക്കിലായിരുന്നു ഞാൻ. അടുത്ത ദിവസം ഉപ്പ പറയാനുള്ള കാരണം ഇതാണ്, ഞാൻ ഇനി ഉപ്പമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയില്ല. ഞാൻ ഇനി ജോലി ചെയ്തിട്ട് ഉമ്മേനെ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും വീട്ടിലിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ ജോലി ചെയ്യുന്നത്, ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു 20-ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ജോലിയിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് തൊട്ട് ഞാൻ നെട്ടോട്ടം തന്നെയായിരുന്നു. എന്റെ ഒരൊറ്റ ലക്ഷ്യം എന്റെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ പുറകിൽ ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തണം എന്നുള്ളതാണ് ഫാദറിന്റെ ഓർഡർ വന്നത്. അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ആ സമയത്ത് എനിക്ക് ഇനി മടുത്ത്, ജീവിതം ഇനി വേണ്ടാന്ന് തോന്നി. അങ്ങനെ ഇരിക്കുന്ന ഒരു നിമിഷത്തിലാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മയുടെ ലൈഫ് എന്താവും? എനിക്ക് വേണ്ടിയിട്ടല്ല ഇത്രയും കാലം ജീവിച്ചത്, 10-20 വർഷക്കാലം എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്റെ ഉമ്മയ്ക്ക് ആരാ ഉണ്ടാവുക? വീണ്ടും എന്റെ ഉമ്മയുടെ അവസ്ഥ അതുപോലെ തന്നെ ആവില്ലേ എന്നൊരൊറ്റ തോട്ട് എന്റെ ഉള്ളിൽ വന്ന് ഞാൻ വീണ്ടും, പറഞ്ഞവരൊക്കെ പറയട്ടെ, എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പടച്ചോനെ നീ എനിക്ക് നല്ല വഴി കാണിച്ചു തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ സ്ഥാപനത്തിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്നപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾ ചെയ്ത നന്മ കാരണം. നിങ്ങൾ വന്നിട്ടില്ലായിരുന്നു എങ്കിൽ എല്ലാവരും നിങ്ങളെ അങ്ങനെ തന്നെ കാണുമായിരുന്നു, ആ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ ശരിയായിരുന്നു. മുന്നോട്ട് പോയി. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല എന്റെ ലൈഫ്, എനിക്ക് ഒരുപാട് മാറാനുണ്ട്. എവിടൊക്കെയാണോ എനിക്ക് വേദനകൾ ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ മാറ്റം ഞാൻ നടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചു. മറ്റുള്ളവരെ കുറിച്ച് പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന ഞാൻ തന്നെ ഞാൻ സ്വയം മാറാൻ തീരുമാനിച്ചപ്പോ ആ മാറ്റം എന്നെ അത്രയും കഷ്ടപ്പെടുത്തിയിരുന്ന എന്റെ ഫാമിലിയിലെ ഓരോ വ്യക്തികളും വളരെ സന്തോഷത്തോടെ, എത്ര ചിരിച്ചിട്ട് അവരിപ്പ എന്നോട് സംസാരിക്കുന്ന അറിയാം. ഞാൻ ദിവസം ഞാൻ അതിങ്ങനെ ആലോചിക്കും, വാവ് വാവ് എന്ന് പറയും. ഓരോ അനുഭവം എനിക്ക് ഉണ്ടാവും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഇപ്പൊ അവർക്ക് ഞാനില്ലാതെ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്ന നിമിഷം. ഇവിടെ സംഭവിച്ചത്, അവരാരും മാറിയിട്ടില്ല, അവരൊന്നും പുതുതായിട്ട് പഠിക്കാൻ പോയിട്ടില്ല, പുതിയ സ്വഭാവത്തിൽ ഒരു മാറ്റം അവർക്ക് വരുത്തിയിട്ടില്ല. അവർ ചെയ്യുന്ന കാര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, എത്ര ചെയ്യുന്നുണ്ടോ അത്രയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നെ എഫക്ട് ചെയ്യുന്നില്ല, എനിക്ക് ഇമോഷണലി അത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ, എന്റെ മുഖത്ത് ചിരി കാണുമ്പോ, ഞാൻ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി അവര് മാറി വരുന്നുണ്ട്. അവരും ആ പ്രവൃത്തികളൊക്കെ മാറി നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നല്ല രീതിയിലേക്ക് അവർ മാറി വരുന്നുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ മാറുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഫാമിലി, നമ്മളെ ചുറ്റുപാട് എല്ലാം, ഈ ലോകം മുഴുവൻ നമുക്ക് സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സറൗണ്ടിങ്സ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനുള്ളവർ മുഴുവൻ ചിരിച്ച് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവരും ഭയങ്കരമായിട്ട് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഫേസ്, എന്ത് രസമായിരിക്കും ആ ഹാപ്പിനെസിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെ? എല്ലാവരും നല്ല രീതിയിൽ സംസാരം, നല്ല സന്തോഷ വാക്കുകൾ മാത്രം. ഇത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയെടുക്കണം. എവിടെ? നമ്മളിൽ പണിയെടുക്കണം. നമ്മളിൽ ആ പണി എടുക്കുമ്പോൾ മാത്രമാണ് ചുറ്റിനും നമുക്ക് ഇത് കിട്ടുള്ളൂ. അവിടെ നമ്മൾ ഒരാളെയും പരിഭവം പറയേണ്ട, ഒരാളെയും പരാതി പറയേണ്ട. മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളിലാണ്. ഒരു വ്യക്തിയുടെ കയ്യിലെ നല്ല ഭംഗിയുള്ള ഒരു തത്തയുണ്ട്, നല്ല പഞ്ചവർണ്ണ തത്ത, നല്ല സംസാരിക്കുന്ന തത്തയാണ്. അപ്പൊ ഈ തത്തനെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇയാൾ അതിനെ കൂട്ടിലിട്ട് ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. ഒരു ദിവസം അയാളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. ഈ ഗസ്റ്റ് വന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ തത്തേനെ ഇങ്ങനെ കൂട്ടിലിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോ അയാള് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തത്തേനെ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കൂട്ടിലിട്ടിരിക്കുന്നത്. അപ്പൊ ഇയാള് ഗസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് തത്തേനെ ഇഷ്ടമാണ് അല്ലെ? കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇയാള് ആ കൂട് തുറന്നു വിട്ടു. കൂട് തുറന്നു വിട്ടിട്ട് അയാള് പറഞ്ഞു, ഈ ഗസ്റ്റിനോട് മറ്റേയാളെ വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ അത്രയും കാലം നോക്കി വളർത്തി ഈ തത്തേനെ തുറന്നു വിട്ടിരിക്കുകയെന്ന് പറഞ്ഞ് അയാൾ ശകാരിച്ചപ്പോ ഗസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് അതിന് ഇഷ്ടമായിട്ടല്ലേ നിങ്ങൾ കൂട്ടിലിട്ടത്, എനിക്കതിന് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ അതിനെ തുറന്നു വിട്ടത്. അപ്പൊ ഇവിടെ ആ തത്തേനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ആ കൂട്ടിലുള്ള തത്ത
അവിടെ നിൽക്കണോ, അവിടെ നിന്ന് പാറി പോവണോ എന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ആരാ തീരുമാനിക്കണ്ടേ? ആര് തീരുമാനിക്കണം? തന്റെ യജമാനന്റെ ഇത്രയും കാലം ഭക്ഷണം തന്ന യജമാനനെ സ്നേഹിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ അവിടെ നിൽക്കണോ, അതല്ല തന്നതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ തട്ടിത്തെറിപ്പിച്ച് അവിടുന്ന് പാറി പോകണോ എന്ന് ആർക്ക് തീരുമാനിക്കാം? തത്തയ്ക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മളാവുന്ന തത്തയാണ് തീരുമാനം എടുക്കേണ്ടത്. ഒന്ന് പുറകിലോട്ട് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് പരാതികൾ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് തന്നില്ല, എന്നെ അവർക്ക് ഇഷ്ടമില്ല, ഞാൻ വിചാരിക്കുന്നൊന്നും അവർ തരുന്നില്ല, കുറെ കാര്യങ്ങൾ നമുക്ക് പറയണ്ട. എനിക്ക് വേദന മാത്രം തരുന്നേ ഉള്ളൂ, സങ്കടം മാത്രം തരുന്നേ ഉള്ളൂ, എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും എന്നെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളില്ലേ? അറ്റ്ലീസ്റ്റ് നമ്മളെ ബോഡി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, ഒന്ന് കണ്ണടക്ക്, ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ ബോഡിയിലേക്ക് കംപ്ലീറ്റ് ഒന്ന് നിങ്ങളുടെ കാലിന്റെ തള്ളവിരലിന്റെ അറ്റം മുതൽ ഒബ്സർവ് ചെയ്യുക. കാൽവിരലുകൾ, കാൽപാദം, രണ്ട് കാൽമുട്ടുകൾ, അതിന് താഴെയുള്ള ഭാഗം, കാലിന്റെ തുടകൾ, ജെനറ്റിക്കൽ ഏരിയാസ്, നിങ്ങളുടെ വയറ്, പുറം, ഷോൾഡർ, രണ്ട് കൈകൾ, കഴുത്ത്, തലയുടെ പുറകുവശം, തലയുടെ മുൻവശം, നിങ്ങളുടെ രണ്ട് കണ്ണുകൾ, മൂക്ക്, സുന്ദരമായ ചുണ്ടുകൾ, പല്ല്, നാക്ക്, ഇന്റേണൽ ഓർഗൻസ്, തലയിലെ മുടികൾ. എത്ര സുന്ദരമായിട്ട് ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ള. ആത്മാർത്ഥമായിട്ട് ഈ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കൊന്ന് മനസ്സ് തട്ടി നന്ദി പറഞ്ഞ് താങ്ക് യു. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഭാഷയിൽ, നിങ്ങൾ പറഞ്ഞ് ശീലിച്ച ആ ഒരു ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി പറയാം. താങ്ക്സ് എന്നോ, നന്ദി എന്നോ, അൽഹംദുലില്ല എന്നോ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടി നന്ദി പറയാം. ഇതൊക്കെ ഉണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത എത്രയോ ആൾക്കാരില്ലേ? കണ്ണ് കാണാത്ത എത്രയോ മനുഷ്യ ജന്മങ്ങളില്ലേ? ദിവസവും അസുഖങ്ങൾ കാരണം നീറി പുകയുന്ന എത്രയോ ജന്മങ്ങളില്ലേ? ഇതിൽ എന്തെങ്കിലും നമുക്കുണ്ടോ? എത്രയോ ഭാഗ്യം ചെയ്തവരാ നമ്മൾ. കിട്ടിയ ഈ ഓരോ അനുഗ്രഹത്തിനും മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് നന്ദി പറയാം. വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടി നന്ദി പറയാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സാവധാനം കണ്ണു തുറക്കുക. കംപ്ലീറ്റ് ഫീൽ ചെയ്തതിന് ശേഷം മാത്രം കണ്ണു തുറക്കണം. എന്താ ഫീൽ ചെയ്യുന്നേ? എന്താ തോന്നുന്നത്? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞ്. പറയൂ. നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കൊക്കെ പറയും. വിശ്രമം ഓക്കെ, വിശ്രമം പറയാറുണ്ടാവും. കാരണം നിരന്തരം ഈ ഒരു റൂട്ടിലൂടെ ഓടുന്ന വ്യക്തിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരുപാട്
പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതെ, സാരല്ല മാം, എന്നാലും നമുക്ക് ഇത്രയും കഴിയുന്നില്ലേ, ഒക്കെ അതൊക്കെ മാറും ഇൻഷാ അല്ലാ. പറയൂ നംസീറ, എപ്പോഴെങ്കിലും ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് നോക്കി നന്ദി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് മാം, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. അത് താങ്ക് ഞാൻ തന്നെ എന്നെ മൈൻഡിനെ പല ഘട്ടങ്ങളിൽ കൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വീഡിയോസ് കാണും. പഠിച്ചവനെ, എനിക്കിതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിൽ ഒരുപാട് ആശ്വാസം ഞാൻ കണ്ടെത്താറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നിൽ ഒരുപാട് കഷ്ടതകൾ എന്നിലെക്കാളിലും അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകള്, ഭർത്താവില്ലാതെ, മക്കളില്ലാതെ, സാമ്പത്തികപരമായിട്ടില്ലാതെ, അതൊക്കെ ഞാൻ വീഡിയോ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ, എന്നെ തന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാണാറുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ മിററിൽ നിന്നിട്ട് ഞാൻ പറയും, പഠിച്ചോനെ, എനിക്ക് എത്ര സുന്ദരമായിട്ടുള്ള കണ്ണുകൾ തന്നിട്ടുണ്ട്, വികൃതമായിട്ടുള്ള മുഖം എനിക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സിനാണെങ്കിലും സംസാരിക്കാനും അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് പഠിച്ചോനെ എനിക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് പഠിച്ചോനെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തിനു സങ്കടപ്പെടണമെന്ന് ഞാൻ തന്നെ മിററിൽ നിന്ന് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഒരു പതറിപ്പോവല്, അത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ആരോടും ഞാൻ പരാതി പറയാറില്ല. എന്റെ റബ്ബിനോട് പോലും, പഠിച്ചോനെ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് എനിക്ക് അങ്ങനെ ഒരു സങ്കടം, റബ്ബെ, ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് സങ്കടം പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ട് എന്ന് സ്വയം അങ്ങോട്ട് എന്താ പറയാ, എന്നിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങലാണ്. ആരോടും ഞാൻ അധികം പറയാറില്ല. എന്തായാലും ചില സമയങ്ങളിൽ എന്തോ ഒരു മനസ്സിനൊരു ഡിസ്റ്റർബ്, എന്താ പറയാ, ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥ, അത്രേ ഉള്ളൂ. എന്തായാലും ശരിയാവും, സെറ്റാവും ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും. അപ്പം വീണ എന്താ ഫീൽ ചെയ്ത്? എനിക്ക് ഒരു അഭിമാനം ഫീൽ ചെയ്തു. നമുക്ക് ദൈവം ഇത്രയൊക്കെ അനുഗ്രഹം തന്നല്ലോ എന്നുള്ളൊരു നന്ദി. താങ്ക് യു. എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കാനുള്ള കുറച്ച് സമയം മാറ്റി വെക്കാം. കുറച്ച് സമയം, ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മളിലേക്ക് സൈലന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് മാക്സിമം അതിന് താങ്ക്സ് പറയാം. ആത്മാർത്ഥമായിട്ട് കണ്ണ് നിറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ട് താങ്ക്സ് പറയാം. നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു ഇമേജ് കാണാനുണ്ടോ ഇവിടെ? കാണുന്നുണ്ടോ? എന്താണത്? ഒരു കോഫി കപ്പ് ഉണ്ട്. അത് ചായ വെക്കാൻ പാകത്തിനൊരു ഒഴിക്കാൻ പാകത്തിൽ ഇങ്ങനെ നിൽക്കുക, ഒഴിക്കുന്നില്ല അല്ലെ? അപ്പം ഈ കപ്പ് കാലിയാണല്ലോ. കപ്പ് കാലിയാണ്. ഈ പിക്ചർ ഇവിടെ കാണിച്ചതിന്റെ ലക്ഷ്യം, കപ്പ് ചിലപ്പോ നമ്മളായിരിക്കാം അതിലേക്ക് ഫില്ല് ചെയ്യാൻ മാമിന്റെ ക്ലാസ് കൊണ്ട് ചിലപ്പോ സാധിച്ചെന്ന് വരാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പിക്ചർ കൊടുത്തെന്ന് എനിക്ക് തോന്നി, അറിയില്ല. തീർച്ചയായും. അപ്പം ഈ ഒരു പിക്ചറിലൂടെ കാലി കപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മള് എപ്പോഴും എന്തൊരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് കാലി കപ്പായിട്ട് നമ്മൾ ഇരിക്കണം. എത്രയോ അറിവുകളും അനുഭവങ്ങളും ഉള്ളവരായിരിക്കാം, പക്ഷെ നമ്മള് കാലി കപ്പായിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മളെ ഉള്ളിലേക്ക് കൂടുതൽ അറിവുകൾ നിറഞ്ഞു വരുള്ളൂ അല്ലെ? ഇപ്പൊ ഈ നിറഞ്ഞു നിൽക്കുന്ന കപ്പായിരുന്നുവെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? അത് തുളുമ്പി പോയിക്കൊണ്ടേയിരിക്കും, പുറത്തൊഴുക്കി പോയിക്കൊണ്ടേയിരിക്കും. ഇത് കാലിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് വീണ്ടും വീണ്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. സോ നമ്മൾ എംപ്റ്റി കപ്പായിട്ടിരിക്കുക. ഈ സെഷനിലുടനീളം നിങ്ങളൊരു എംപ്റ്റി കപ്പായിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടിയെ പോലെ ഇരിക്കുക, നിഷ്കളങ്കമായ ഒരു കുട്ടിയെ പോലെ ഇരിക്കുക. നമ്മള് കുട്ടിക്കാലത്തൊക്കെ ഈ മറ്റേ എന്താ പറയാ, ബദാം, ഒരു കായില്ലേ ബദാമിന്റെ പോലെ, ബദാം തന്നെയാണോ നമ്മൾ പറയാ അല്ലെ? മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന ഒരു കായ കണ്ടിട്ടുണ്ട്, ഒരു പച്ച കളറിലൊക്കെ, അത് റെഡ് ഒരു പിങ്ക് കളറിലേക്ക് വരും. അതിങ്ങനെ കുത്തി പൊട്ടിക്കും. പുഷ്പണം ഓർക്കുന്നുണ്ടോ? കുത്തി പൊട്ടിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ അല്ലെ? കുറെ അങ്ങ് പെറുക്കി കൊണ്ടുവന്നിട്ട് കല്ലു എടുക്കും, എന്നിട്ട് അങ്ങ് കുത്തി പൊട്ടിക്കും. അതൊക്കെ ഒന്ന് ആലോചിച്ച് അടുത്ത വീട്ടിലെ മാങ്ങ പറിക്കും. അടുത്ത വീട്ടിലെ മാങ്ങ പറിക്കും. അത് കല്ലെടുത്ത് എറിഞ്ഞിട്ടാണെങ്കിൽ താഴെ വീഴും. ഇങ്ങനെ കുറെ നോസ്റ്റു നമുക്കുണ്ട്. നമ്മളെ കുട്ടിക്കാലത്ത് ഭയങ്കര രസകരമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ. ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലം അല്ലെ?
അപ്പൊ ഇപ്പോഴും നമുക്ക് ആ ഒരു രസത്തിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? കുട്ടിയെ പോലെ നമ്മൾ ഇപ്പോഴും മനസ്സിനെ പാകമാക്കി വെക്കാം. ഒരു ചൈൽഡായിട്ട്, ഒരു കുട്ടിയായിട്ട് നമ്മളിരിക്കും. ഉം. എന്തൊക്കെ ഒരു കുട്ടിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അതൊക്കെ എൻജോയ് ചെയ്യാം. പാർക്കിൽ പോവാറുണ്ടോ? പോവാറുണ്ട് മാം. ഉണ്ട്. പോയി കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് മാത്രം അതിലൊക്കെ കളിപ്പിക്കും. നിങ്ങൾ കളിക്കാറുണ്ടോ? ആരും കാണാതെ ചിലപ്പോ കളിക്കാറുണ്ട്. അതാണ്. ആരും കാണാതെ ചിലപ്പോൾ കളിക്കണം. പറ്റുന്നതും നമ്മൾ എന്ത് ചെയ്യാ അറിയോ? അങ്ങനെ കിട്ടുന്ന ചാൻസ് ഒക്കെ അതിന് എല്ലാ പാർക്കിലൊന്നും സൗകര്യം ഉണ്ടാവില്ല. അതിന്റെ അടുത്ത് ആളുകളുണ്ടാവും. അതെ. പക്ഷെ ഫ്രീ ആയിട്ടുള്ള ചില പാർക്കുകളുണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് നമ്മളും അവിടെ ഇരുന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അടുത്തൊരു പാർക്കിൽ പോയപ്പോ ഒരു കാക്കുണ്ട് ഡെക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആടും. അപ്പൊ അവിടെ എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആരും ഒന്നും ചെയ്യുന്നില്ല. കുട്ടികൾ എല്ലാരും കളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ മോള് ചെറുതിനെയും കൊണ്ട് ഞാൻ ഫുള്ള് എല്ലാത്തിലും കയറി ഇറങ്ങി സീസോലും മഫ്ലിലും ഫുള്ള് സ്ലൈഡറും ഒക്കെ യൂസ് ചെയ്തു. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് കുറെ ഇക്കാക്കമാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര നമുക്കും ചെയ്താലോ നമുക്കും ചെയ്താലോ. പിന്നെ അടുത്ത ഫുള്ള് അവിടെ ഫുള്ള് നമ്മുടെ ടീംസ് ആയിരുന്നു. കുട്ടികളൊക്കെ മാറി നിന്ന് എല്ലാവരും ഫുള്ള് എൻജോയ് ചെയ്ത് അടിപൊളി. അപ്പോ ഒരു അത്യാവശ്യം പ്രായമുള്ള ഒരു ഇക്കാക്കുണ്ട് ഡെക്കിൽ ഇരുന്ന് ആടും. അയാളൊന്നും ശരിക്കും അയാളെ കുട്ടിക്കാലത്ത് അങ്ങനെ ആ ഒരു സംഭവത്തിൽ ഇരുന്നിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രസം, ആ സമയത്ത് അയാളുടെ മുഖത്ത് കണ്ട ഒരു സന്തോഷം, ആ ഒരു നിഷ്കളങ്കത ഭയങ്കര രസമായിരുന്നു. അത് നമുക്ക് ഇടക്കിടക്ക് കൊണ്ടുവരണം നമ്മുടെ ഉള്ളിലേക്ക്. എപ്പോഴും നമ്മൾ ഒരു പാരന്റ് ആയിട്ട് ഭയങ്കര പക്ക ഗൗരവം അല്ലെ, ഒരു പക്ക വൈഫ്, പക്ക വീട്ടമ്മ, ഇങ്ങനെയുള്ള ഒരു ഗൗരവത്തിലൂടെ പോവാതെ എപ്പോഴും നമ്മള് ഇടയ്ക്കെങ്കിലും നമുക്കൊരു ആ കുട്ടിക്കാലത്തേക്ക് ഒരു തിരിച്ചു പോക്ക് അത് നമ്മളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതിന് പറ്റുന്ന എന്തെങ്കിലും പച്ചപ്പുളിങ്ങയൊക്കെ കണ്ട ഒന്നെടുത്ത് പൊട്ടിച്ച് കഴിച്ച് അതൊന്ന് ആസ്വദിക്കാം. പിന്നെ അങ്ങനത്തെ രസകരമായിട്ട് അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളെ ഇടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. അപ്പോഴാണ് ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. എവിടെയാ മൂസി? സമയത്തിന് ക്ലാസ്സിൽ കയറൂല, പണ്ടത്തെ സ്വഭാവത്തിൽ ഒരു മാറ്റമില്ല. ഞാൻ കേൾക്കുന്നുണ്ട്. വേറെ ചെറിയൊരു പണിയില് വിട്ടുപോയി. അതാ വീഡിയോ ഓണാക്കുന്നത്. കറക്റ്റ് പണികളൊക്കെ തീർത്ത് 8 മണിയാകുമ്പോഴേക്കും നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ. നാളെ സ്കൂൾ വർക്കല്ലേ, മക്കളൊക്കെ ഒന്ന് കൂട്ടിയിതാക്കണ്ടേ. ഞങ്ങളെ സ്കൂളൊന്നും തുറന്നിട്ടില്ല അല്ലെ? ഓക്കെ, ഞങ്ങളൊക്കെ എപ്പോഴോ തുറന്നു സെറ്റായി. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ എംറ്റി കപ്പായിട്ടിരിക്കുക, കുട്ടിയെ പോലെ ഇരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടിരിക്കുക, വളരെ സിമ്പിൾ ആയിട്ടിരിക്കുക, ഫുൾ ഫ്രീ. ഓക്കെ, ഇതിന് നിങ്ങൾ റെഡി ആണല്ലോ? ഇങ്ങനെ ഇരുന്നാല് ആണ് നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുക. ഞാനിതൊക്കെ എത്രയോ തവണ കേട്ടതാ, എനിക്ക് അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരുന്ന എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നതെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് ഒന്നും കയറില്ല. ഫുൾ സറണ്ടേർഡ് ആയിട്ട് നമ്മൾ ഇരിക്കാം. റെഡിയാണോ? റെഡിയാണ് മാം. റെഡി. അപ്പൊ നമുക്ക് ഒരു 1-2 ആളുകൾ ഒന്ന് പരിചയപ്പെടാം. ഏതായാലും ഫസ്റ്റ് സെഷൻ അല്ലേ? ഇതിൽ തീരെ പരിചയപ്പെടാത്ത റാഷിഫാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തവർക്ക്. ഐ ആം റാഷിഫ ഫ്രം കാസർഗോഡ്. എന്താ പറയാ, എനിക്ക് ഇതിൽ ആരും പരിചയമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. മൂത്തത് മോനാണ്, 11 വയസ്സായി, 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മോളാണ് ഫാത്തിമ, അവള് 6 വയസ്സായി. പിന്നെ ഹസ്ബൻഡ് ദുബായിലാണ്, PRO സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ വീട്ടില് ഉമ്മ, ജ്യേഷ്ഠത്തി, അനുജത്തി, പിന്നെ ഒരു ബ്രദർ ഉണ്ട്. അവര് കുവൈറ്റിലാണ്, ഉപ്പ കുവൈറ്റിലാണ്. പിന്നെ പിന്നെന്തില്ലേ, റാഷിഫ എന്തിനാ ഈ സെഷനിൽ ജോയിൻ ചെയ്തത്? പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം, ലൈഫിൽ ഒരു ചേഞ്ച് വരണം. ഓക്കെ, റെഡി. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഡിയർ. നെക്സ്റ്റ് നമ്മൾ വീണ. ദുബായിൽ ഇരുന്ന വീണാജിയാണ് നെക്സ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ വീണ. എന്റെ നാട് ആലപ്പുഴ, ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ഇപ്പം 1.5 വർഷം കഴിഞ്ഞു. കുട്ടികളില്ല. ഞങ്ങൾ കുറച്ച് ലേറ്റ് മാരേജ് ആയിരുന്നു. പിന്നെ ഇപ്പൊ വേഗം കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അറിയില്ല. പിന്നെ 1.5 വർഷമല്ലേ ഞാനിവിടെ ആയിട്ടുള്ളൂ. ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് സമയമുണ്ട് ചെയ്യുന്നു. ഇഷ്ടം പോലെ.
അതെ അതെ. അതൊക്കെ വരും. അപ്പൊ നവംബറിൽ ഞങ്ങൾ വെക്കേഷന് പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് കൺസൾട്ടേഷനൊക്കെ ഒന്ന് ചെയ്തിട്ട് വരണം എന്നാണ്. സെറ്റ് ആവട്ടെ. ഉം. അപ്പൊ എല്ലാരെയും പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായിട്ടും. പിന്നെ താങ്ക് എനിക്കും യു. ഇതുപോലെ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചേഞ്ച് ആവണം, കുറേം കൂടെ ബെറ്റർ ആവാനുണ്ട് എന്നൊരു ഒരു ആഗ്രഹമുണ്ട്. ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്ന് സൈക്കോളജി ഫീൽഡിൽ ഇറങ്ങണം. കുറേ അങ്ങനെ വലിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ആദ്യം മാറണമല്ലോ. അപ്പൊ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ മാറണം, അതിലൂടെ എനിക്ക് പിന്നീട് ആൾക്കാരിലേക്ക് ഇറങ്ങണം. താങ്ക് യു ബിനാജി. നല്ല ലക്ഷ്യമാണ്. ആഗ്രഹങ്ങളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. Thank you. അടുത്ത നമ്മളെ മൂസി ഒന്ന് പരിചയപ്പെടുത്തി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങള് +2 വരെ, +1 +2 ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങള് കട്ട ചങ്സ് ആയിരുന്നു. ഏകദേശം ഒരേ നാട്ടുകാരാണ്. എന്റെ പേര് മൂസിന, ഹൗസ് വൈഫാണ്. 3 മക്കളുണ്ട്, 3 പെൺകുട്ടികളാണ്. നാട്ടില് മലപ്പുറം ചട്ടിപ്പറമ്പ് കോടൂര് വരെ. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഇവിടെ 2 അലച്ചന്മാര്, നാത്തൂനും ഉണ്ട്. ഹസ്ബൻഡ് ഗൾഫിലാണ്, ബഹ്റൈനാണ്. പിന്നെ പ്രത്യേകിച്ച് ചെറിയൊരു ജോലിയുണ്ട്, വീട്ടിലിരുന്നിട്ടൊരു ബുക്കിങ്ങിന്റെ ചെറിയ പരിപാടിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. മറ്റുള്ള ഭയങ്കര ബഹളമാണ് അവിടെ, കുട്ടികളെ എല്ലാം കൂടി. പിന്നെ ഇതിൽ ചേർന്നത് മൂവി പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ ഉമ്മ മരിച്ചിട്ട് 6 വർഷമായി, ക്യാൻസർ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നമ്മൾ മാറി തുടങ്ങണം, എന്നാലേ ചുറ്റുള്ളവർ മാറുള്ളൂ. മൂവി പറഞ്ഞ പോലെ ഒരു ചേഞ്ചിന് നമ്മൾ തന്നെ ആദ്യം ഒരു തുടക്കം കുറിക്കാം. ഓക്കെ. താങ്ക് യു ഡിയർ. യെസ്. അപ്പം ബാക്കിയുള്ളവരെ നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം. ഇന്ന് 3 പരിചയപ്പെട്ടത്. ഓക്കെ. പിന്നെ നിങ്ങൾ കട്ട ഫ്രണ്ട്സ് ആവണം. അപ്പൊ ഇവിടെ റാഷിബ പറഞ്ഞു ആരെയും പരിചയമില്ല. അപ്പൊ നിങ്ങള് എന്ന് പറയുന്നത് മാറ്റത്തിലേക്ക് തയ്യാറായി വന്നിരിക്കുന്ന കുറച്ചു പേരാണ്. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. വീട്ടിലിരിക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ പഴയ കുറച്ച് ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. നല്ല കിട്ടുന്ന കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും വളരെ നല്ലതാണ്. ഓക്കെ. എനിവേ, അപ്പൊ നമുക്ക് ഒരു ബുക്കും പെന്നൊക്കെ കയ്യിലുണ്ടല്ലോ. ഒരു അഫോർമേഷൻ എഴുതാം. Write down, I joyously welcome all new changes in my life. All new changes in my life. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. I joyously welcome all new changes in my life. എന്റെ ജീവിതത്തിലെ എല്ലാ പുതിയ മാറ്റങ്ങളെയും സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. മലയാളം ആണെങ്കിൽ ഏതാ നിങ്ങൾക്ക് കംഫർട്ട് ആയത് അത് എഴുതാം. എന്റെ ജീവിതത്തിലെ എല്ലാ പുതിയ മാറ്റങ്ങളെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. 21 തവണ വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തിട്ടൊന്ന് എഴുതി. 21 times. റൈറ്റ് ഡൗൺ.
ഫാദർ എഴുതാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ എഴുതണേ. ഫീൽ ചെയ്ത് എഴുതണം കേട്ടോ, വെറുതെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതി പോകരുത്. ആത്മാർത്ഥമായിട്ട് ഫീൽ ചെയ്തിട്ട്. ലാസ്റ്റ്
ഫിനിഷിംഗ് മാം. കഴിഞ്ഞോ? ഓക്കെ. അപ്പം നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും സ്വീകരിക്കാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലെ? ദ ട്രഷർ ഹൗസ് വിത്തിൻ യു എന്ന് പറയാം. ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട് ട്രഷർ ഹൗസ് വിത്തിൻ യു. നിധി എന്ന് പറയുന്നത് അത് നമ്മളെ ഉള്ളിലാണ്. നമ്മളെ ഉള്ളിലുള്ള ആ നിധിയെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറായാൽ ഒരു കാന്തം മറ്റൊരു കാന്തത്തിനെ ആകർഷിക്കുന്നത് പോലെ നമ്മളിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ആകർഷിച്ചു കൊണ്ടേയിരിക്കും എന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആവുക. ഒരു ശത്രു നമ്മളെ പുറത്താണ് ഉള്ളതെങ്കിൽ ശത്രുവിനെ നമുക്ക് പല രീതിയിലും കീഴ്പ്പെടുത്താം. യുദ്ധം ചെയ്തിട്ടാവാം, വാക്കേറ്റത്തിലൂടെ ആവാം, പല രീതിയിലും പൊരുത്തി അതിനെ ഇല്ലാതാക്കാം. പക്ഷേ ഈ ശത്രു നമ്മളെ ഉള്ളിലാണെങ്കിലോ, ആ ഉള്ളിലുള്ള ശത്രുവിനെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഈ ട്രഷർ ഹൗസ് കണ്ടെത്താൻ വേണ്ടി പറ്റുക. നമ്മളെ ഉള്ളിലുള്ള ഈ നിധി ശേഖരം കണ്ടെത്താൻ വേണ്ടി സാധിക്കാം. സോ നമ്മളെ ഉള്ളിലുള്ള ശത്രുവിനെയാണ് നമ്മൾ കീഴ്പ്പെടുത്തേണ്ടത്. അതിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി ഒരു പ്യുവർ പെർഫെക്റ്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും, അതിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത പോവേണ്ടത്. റെഡി? ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഹീലിംഗിലൂടെ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന തന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങളുടെ ബുക്കില് ഒരു കോളം വരയ്ക്കുക. ആ കോളത്തില് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതാം. ലക്ഷ്യങ്ങൾ എന്നൊരു കോളം, ലക്ഷ്യങ്ങൾ ഒരു 5 ലക്ഷ്യങ്ങൾ അതിലേക്ക് എഴുതി വെക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നിങ്ങളെ മൈൻഡിൽ വരുന്ന ഒരു 5 ലക്ഷ്യങ്ങൾ എഴുതാം. രണ്ടാമത്തെ കോളം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അഞ്ച് പ്രോബ്ലംസ് എഴുതാം. അഞ്ച് പ്രോബ്ലംസ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള ഒരു 5 വ്യക്തികളുടെ പേര് എഴുതാം. നിങ്ങൾക്ക് അവരോട് ദേഷ്യമാവാം, അവർക്ക് നിങ്ങളോട് ദേഷ്യമാവാം. അങ്ങനെയുള്ള ഒരു 5 ആളുടെ പേര്.
എഴുതിയോ? ഓക്കെ. ഒരു വ്യക്തിക്ക് 3 തലങ്ങളാണ്. ഫസ്റ്റ് വൺ, ഇത് നമ്മുടെ റിയാലിറ്റിയാണ്. ഓക്കെ. എന്നാൽ അടുത്തൊരു തലം എന്ന് പറയുന്നത് അത് നമ്മളെ മൈൻഡാണ്. നെക്സ്റ്റ് ഒരു തലം കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ഫിസിക്കൽ ബോഡിയാണ്. ഇങ്ങനെ ഈ 3 തലങ്ങളാണ് ഒരു വ്യക്തിക്കുള്ളത്. പലപ്പോഴും നമ്മൾ ഏറ്റുമുട്ടുന്നത് ഈ വ്യക്തിയുടെ ഫിസിക്കൽ ബോഡിയോടോ അല്ലെങ്കിൽ മൈൻഡിനോടൊക്കെ ആയിരിക്കാം. ആ വ്യക്തിയുടെ ഈ റിയാലിറ്റിയോടാണ് നമ്മളെ ഏറ്റുമുട്ടേണ്ടത്. ഈ റിയാലിറ്റിയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ഒരു യാത്ര, അതാണ് നമ്മൾ നടത്തേണ്ടത്. റിയാലിറ്റിയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക്. അപ്പൊ നിങ്ങൾ എഴുതിയ വ്യക്തികളില് നിങ്ങൾക്ക് ദേഷ്യമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾക്ക് ദേഷ്യമുള്ള ആ വ്യക്തിയുടെ ഈ റിയാലിറ്റിയും നിങ്ങളുടെ റിയാലിറ്റിയും തമ്മിൽ ആ ഒരു നമ്മുടെ ഡി എൻ എയിലേക്ക് ഒരു കോഡ് കണക്ഷൻ ഉണ്ട്. ഒരു വയറുമായിട്ട് ഇങ്ങനെ ഇവിടെയുള്ള ഈ വ്യക്തി ഇത് നിങ്ങളാന്ന് വിചാരിക്കുക, ഇത് നിങ്ങൾക്ക് ദേഷ്യമുള്ള വ്യക്തിയാണ്. അപ്പൊ ഇവരും നിങ്ങളും രണ്ടുപേരുടെയും ഡി എൻ എയിലേക്ക് ഒരു കോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണുമ്പോഴേ ദേഷ്യം വരുന്നു. ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങളേ ആയിട്ടുണ്ടാവും, എത്രയോ കാലങ്ങളായിട്ടുണ്ടാവും. പക്ഷേ എപ്പോഴും നമുക്ക് ആ സംഭവം ഓർക്കുമ്പോഴോ ആ വ്യക്തിയെ കാണുമ്പോഴോ അതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ സംഗതി അങ്ങ് കണക്ട് ചെയ്യും. അന്നുണ്ടായ ഇൻസിഡന്റ് നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് അങ്ങ് കയറി വരും. അപ്പൊ അത് കാരണം ഇവിടെ നമ്മൾ രണ്ടുപേരുടെയും ഒരു DNA കണക്ഷൻ. നമുക്ക് ഈ കോഡിനെ കട്ട് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് മാറ്റി ഇല്ലാതാക്കപ്പെടുക. പിന്നെ അവിടെ ബാക്കി എന്തെന്നുള്ളത് നമുക്ക് സൃഷ്ടാവിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തിയിലേക്ക് വിട്ടുകൊടുക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി, നിങ്ങൾ 5 എഴുതി അതിൽ ഒരാളുടെ ഫേസ് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. ആ വ്യക്തി ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. നിങ്ങളടുത്തൊന്നും അല്ല, ഒരുപാട് ദൂരെയാണ് ആ വ്യക്തി ഇരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ആ വ്യക്തിയെ മനസ്സിൽ കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. റെഡി? ഓക്കെ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് ഒന്നുകൂടെ ആ വ്യക്തിനെ മനസ്സിൽ കൊണ്ടുവരിക. ഫാത്തിമ മോളെ, ഫാത്തിമ കുറച്ചപ്പുറത്ത് പോയിരുന്ന നല്ല കുട്ടിയായിട്ടൊന്ന് ബുക്ക് എടുത്ത് വായിച്ചേ. ഒരു ചിത്രം വരച്ചോ. പക്ഷെ ഇപ്പൊ വരൂ കേട്ടോ. അപ്പോ ആ വ്യക്തി കുറച്ച് അകലെയാണ് ഇരിക്കുന്നത്. നിങ്ങളോടൊപ്പം അവരൊരു ചിരിയൊന്നുമില്ല, ഒരു മൈൻഡ് ഇല്ലാത്ത രൂപത്തിൽ അവർ ഇരിക്കുന്നുണ്ട്. യെസ്. ആ വ്യക്തി ചെയ്തിട്ടുള്ള ആ കാര്യം നമ്മളെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദെൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇൻ ദ നെയിം ഓഫ് ഗോഡ്, in the name of God, I am forgiving you, releasing you. In the name of God, I am forgiving you and releasing you. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ
റിലീസ് ചെയ്തിരിക്കുന്നു. ആൻഡ് പ്ലീസ് ഫോർഗിവ് മീ റിലീസിങ് മീ. ആൻഡ് പ്ലീസ് ഫോർഗിവിങ് മീ റിലീസിങ് മീ. അതുപോലെ നീ എന്നോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം, നീ എന്നെയും റിലീസ് ചെയ്തേക്കണം. എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം. ഇനി നിങ്ങളുടെ കൈ ഉപയോഗിച്ച് കയ്യിൽ ഒരു കത്രികയോ കത്തിയോ പിടിക്കുമ്പോൾ ആ ഒരു ഫീല്, കയ്യിൽ ഇപ്പൊ ഒരു കത്രികയുണ്ട് അല്ലെങ്കിൽ ഒരു കത്തി ഉണ്ടെന്ന് വിചാരിക്കുക. ആക്ഷൻ എടുക്കുക കൈകൊണ്ട്. ആ കത്തിയോ കത്രികയോ പിടിക്കുന്നത് പോലെ ആക്ഷൻ എടുക്കുക. എന്നിട്ട് നിങ്ങളും ആ വ്യക്തിയുമായുള്ള ആ കോഡ് പെയറിനെ കട്ട് ചെയ്ത് കളയാം. ആ കോഡ് പെയറിനെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളയാം. കത്തി ഉപയോഗിച്ച് വെട്ടി മുറിക്കാം, കത്രിക ഉപയോഗിച്ച് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം, മുറിച്ച് കളയാം അതിനെ. വൺസ് മോർ ടേക്ക് ദ ആക്ഷൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ്. വ്യക്തിയുടെ മുഖം കണ്ട മുഖത്ത് നോക്കി പറയാം, ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഐ ആം ഫോർഗിവിങ് യു ആൻഡ് റിലീസിങ് യു. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. ആൻഡ് പ്ലീസ് ഫോർഗിവ് മീ ആൻഡ് റിലീസിങ് മീ. എന്നെ നീ പൂർണ്ണമായിട്ട് എന്നോട് നീ ക്ഷമിച്ചിരിക്കണം, നീ എന്നെ ഒന്ന് റിലീസ് ചെയ്തേക്കണം. കട്ട് ദ കോഡ് വയർ. കത്രികയോ കത്തിയോ ഉപയോഗിച്ച് ആ വയറിനെ കട്ട് ചെയ്ത് കളയും. 5 times ഇത് റിപ്പീറ്റ് ചെയ്യാം. വൺസ് മോർ. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഐ ആം ഫോർഗിവിങ് യു ആൻഡ് റിലീസിങ് യു. Please forgive me and releasing me. Cut the wire. Once more. In the name of God, I am forgiving you and releasing you. And please forgive me and releasing me. Cut the wire. കയ്യിൽ ആക്ഷൻ എടുത്ത് തന്നെ അതിനെ കട്ട് ചെയ്ത് കളയാം, ആ വയറിനെ മുറിച്ച് കളയാം. നെക്സ്റ്റ് ടൈം. ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഐ ആം ഫോർഗിവിങ് യു ആൻഡ് റിലീസിങ് യു. Please forgive me and releasing me. Cut the wire. In the name of God, I am forgiving you and releasing you. Please forgive me and releasing me. ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ റിലീസ് ചെയ്തിരിക്കുന്നു. നീ എന്നോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കണം, നീ എന്നെ റിലീസ് ചെയ്തിരിക്കണം. കട്ട് ദ വയർ. കണ്ണു തുറക്കാം. What's the feeling now? തലേന്ന് എന്തോ ഒരു ഭാരം പോയ പോലെയുണ്ട്. ഭാരം പോയോ?
അടുത്തയാൾ. ഒരാളല്ലേ റാഷിഫ ചെയ്തോളൂ. അടുത്ത ബാക്കിയുള്ള 5 പേരും എത്രയുണ്ടോ അത്രയും ഇതേപോലെ ചെയ്യുമ്പോ ആ ഭാരം ഫുള്ളങ്ങ് ഇറക്കി വെച്ചാൽ എത്ര സുഖായിരിക്കും. വലിയൊരു കനച്ചാക്ക് തലയിൽ വെച്ച് നടക്കുക നമ്മള്. എന്നിട്ട് എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല എന്ന് പറയാം. എങ്ങനെയുണ്ടാവുക? ഇത് മുഴുവൻ തലയിൽ കയറ്റുന്നത് നമ്മളല്ലേ. പറയൂ, ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യും. പറയടാ. നല്ലൊരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. മനസ്സിന് എന്തോ ഒരു പക്ഷെ എന്റെ മുമ്പില് എന്നോട് ഒരുപാട് പേര് എന്നെ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെടുത്തിയവരുണ്ട്. പക്ഷെ അത് ഓൾറെഡി ഞാന് അവരെ എന്താ പറയാ, എത്ര ചെയ്തിട്ടും എൻ്റെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എത്ര ചെയ്താലും പിന്നെ അത് പെട്ടെന്ന് ഞാനത് മറക്കുകയും ചെയ്യും. അത് വീണ്ടും ഞാൻ പഴയ രൂപത്തിലേക്ക് ഞാൻ എത്തുകയും ചെയ്യും. എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും സത്യത്തിൽ എൻ്റെ മുമ്പിൽ ഇപ്പൊ ബ്ലാങ്ക് ആണ്. ആരോട് പറയണമെന്നോ ആരെ ഞാൻ മനസ്സിൽ കരുതണമെന്നോ എനിക്ക് നിശ്ചയം കിട്ടാത്തൊരു അവസ്ഥ സത്യത്തിൽ ഇപ്പൊ. ഒരുപാട് മുഖങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. പക്ഷെ അവരോടൊക്കെ ഇപ്പോ സത്യത്തിൽ ഞാൻ എന്നോട് ചെയ്തതിന് ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് ദേഷ്യം, മാം പറഞ്ഞപ്പോ ദേഷ്യമുള്ള ഒരാളുടെ മുഖം എന്ന് പറയുമ്പോ എനിക്ക് ആരുടെ മുഖം എനിക്ക് വരുത്തണം എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയുന്നില്ല. സത്യം എന്റെ കണ്ണില് വെള്ളം നിറയാണ്. ഞാൻ എന്താണ് ആർക്കും എന്നോട് ദേഷ്യപ്പെടല്ലേ എപ്പോഴും എന്നുള്ളൊരു ചിന്തയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആരുടെ മുഖം എന്റെ മുമ്പിൽ വരുത്തണം എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. സത്യം. താങ്ക് യു ഡിയർ. ഇത് ഓരോ വ്യക്തികളോട് ഇത് പ്രാക്ടീസ് ചെയ്യുക. എവിടെയെങ്കിലും അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. നമ്മള് കുറെ മെച്യൂർഡ് ആയ സമയത്തായിരിക്കാം ഒരു പക്ഷേ നമ്മളെ കുറിച്ച് മാറ്റങ്ങൾ ചിന്തിക്കുന്നതും ഒക്കെ. പക്ഷെ എവിടെയോ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം അവരിൽ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊരു പക്ഷെ നമ്മൾ ചെയ്തത് ആയിക്കൊള്ളണം എന്നില്ല. കുട്ടിക്കാലത്ത് അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിനെ ബാധിക്കുന്നതാണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കംപ്ലീറ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്ന് അവർ ചെയ്ത വേദനകളും അവര് നമുക്ക് ചെയ്തിട്ടുള്ള സങ്കടങ്ങളും ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും ഇയാള് നംസീറ ഓട്ടോമാറ്റിക്കലി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് ഒരാളോടും വെറുപ്പില്ല, ദേഷ്യമില്ല എന്ന്. പക്ഷെ ഉള്ളിൽ എവിടെയോ അവരെ ഉണ്ടാക്കിയിട്ടുള്ള ആ വേദന, ആ സങ്കടം അതിങ്ങനെ ഒരു നോവായിട്ടുണ്ട്. അതിനെ ഫുള്ള് ഹീൽ ചെയ്തിട്ട് മാറ്റുമ്പോഴാണ് നംസീറ എന്താണോ ആ നംസീറ ആയിട്ട് മാറുള്ളൂ. ഓക്കെ. ഇപ്പൊ കുറെ വേദന കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് റിലീസ് ആയി കഴിഞ്ഞാലാണ് ഇയാളായിട്ട് വരും. നല്ല കഴിവുള്ള നല്ല പവറുള്ള ഒരാളാണ്. പക്ഷെ അതിന് ആ നോവ്, സങ്കടം, അനുഭവിച്ച വേദനകൾ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൽ നിന്നൊരു മോചനം നമുക്ക് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം കൊടുക്കാം. ആരെന്ത് കാട്ടിക്കോട്ടെ, എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ ബോൾഡായിട്ട് നമ്മൾ അത്രയും വിശ്വാസം, ആത്മാർത്ഥമായിട്ടുള്ള ഇന്റൻഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രപഞ്ച സൃഷ്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും പറയുന്നുണ്ടോ? എക്സ്പീരിയൻസ് പറയാം. മോസി പറയുന്നുണ്ടോ? നല്ലൊരു സുഖമുണ്ട്. കണ്ണടച്ചപ്പോ ഒരു ഇരുട്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ് തുറന്നപ്പോ ഒരു വെളിച്ചം വന്ന പോലെ. ഓക്കെ. ഇത് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാല് ആ എഴുതിയിട്ടുള്ള 5 എണ്ണം അല്ലേ, അത് ഫ്രീ ആയിട്ട് മക്കളെ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു ടൈമിൽ ഇരുന്നിട്ട് ഈ 5 പേരെ ഹീൽ ചെയ്തിരിക്കണം. അടുത്ത സെഷനിൽ വരുമ്പോഴേക്കും ആ 5 പേര് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ അതും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരെയൊക്കെ ഇതേപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഹീൽ ചെയ്ത് മാറ്റണം. ഓക്കെ. ഓരോ സെഷൻ കഴിയുന്ന സമയത്തും ഒരിക്കലും അത് കഴിഞ്ഞു, ആ സെഷൻ കഴിഞ്ഞ് അത് അവിടെ ഇട്ട് പോവാന്നുള്ളതല്ല. ഇത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ടൂളാണ്. ആ ടൂളിനെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആശാരി
വാതിലുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മരത്തിൽ നിന്നൊരു ഷേപ്പ് മാറ്റിയെടുക്കുന്നത് എങ്ങനെയാ? ടൂൾസുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. വീണ്ടും വീണ്ടും ആ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് അതിന് ഷേപ്പ് മാറ്റിയെടുക്കുന്നത്. ഒരു തവണ കുത്തി അത് പൊളിച്ചിട്ടിട്ട് അത് അവിടെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു ഷേപ്പ്, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ട് അത് മാറില്ല. അപ്പൊ നമ്മളിൽ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ, ആ ഡിസൈന് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ പണിയെടുത്തേ പറ്റൂ. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടിയ ഈ ടൂൾസ് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ആരൊക്കെയാണോ നമ്മളെ നോവിച്ചേ, നംസീറയുടെ ഒക്കെ കേസിൽ നംസീറയ്ക്ക് ആരോടും അങ്ങോട്ട് പകയില്ലെങ്കിൽ പോലും ഒരുപാട് പേര് ഇങ്ങോട്ട് നോവിക്കുന്നുണ്ട്. ആ വ്യക്തികളെ മുഴുവൻ ഹീൽ ചെയ്ത് കളയണം മനസ്സിൽ നിന്ന്. കംപ്ലീറ്റ് ആയിട്ട് അവരോടൊക്കെ അവരെന്തിനാണോ നിങ്ങൾ അത് കംപ്ലീറ്റ് ആ കണക്ഷൻ വെട്ടിക്കളയാ കണക്ഷൻ. നമ്മളെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ള കണക്ഷൻ വെട്ടിക്കളയാ. അവിടെ സംഭവിക്കാൻ പോകുന്നത്, ബാക്കി നമുക്ക് അവരോട് ഒരു പകയുള്ള വെറുപ്പുമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ഭൗതികതയിലും നമ്മൾ പൂർണ്ണമായിട്ടും ആത്മീയതയിലും പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആര് നോക്കിക്കോളും? പടച്ചോൻ നോക്കിക്കോളും അല്ലെ? ഫിസിക്കലി അതേപോലെ നമ്മൾ 3 റൗണ്ട് വരച്ചു. ഒന്ന് ഫിസിക്കൽ ബോഡിയിൽ വരുന്ന, മറ്റത് മൈൻഡിൽ വരുന്ന. ഈ 2 കാര്യങ്ങൾ നമ്മൾ ബോധേഡ് ആവണ്ട. ആ 2 കാര്യങ്ങളും പഠിച്ചു നോക്കിക്കോളും. റിയാലിറ്റിയിലുള്ള കാര്യം നമ്മൾ ഹീൽ ചെയ്യാം. ഈ ഭൂമിയിലുള്ളവനോട് നിങ്ങൾ പൊറുക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് പൊറുക്കുകയുള്ളൂ എന്നുള്ളത്. ഭൂമിയിലുള്ള ഒരാളോട് നമുക്ക് ദേഷ്യം വേണ്ട. എല്ലാവരോടും പൂർണ്ണമായിട്ട് നമ്മൾ പുറത്തു കൊടുക്കാൻ തയ്യാറായാൽ അവർ ചെയ്തത് അവരുടെ പേഴ്സണാലിറ്റി, അത് അവരുടെ ക്വാളിറ്റി, അതല്ലല്ലോ ഞാനും അതുപോലെ ആയിക്കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ പിന്നെ എന്താ ബന്ധം? അതുകൊണ്ട് എന്താ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് അവരോട് ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആകാശത്തിലുള്ളവൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. റെഡി? യെസ്. അപ്പം ഇന്ന് ഇത്ര മാത്രമാണ് നമ്മൾ പറയുന്നത്. ഈ ടൂളിനെ ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യുക. അത് ഭംഗിയായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതോട് കൂടെ നമുക്ക് കുറച്ച് ഹാബിറ്റ് ചേഞ്ചസിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ടോട്ടലി അത് നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട്, നാളെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. നേരത്തെ എത്ര മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി പറ്റും? 5 o'clock. 5 o'clock. 5 o'clock എഴുന്നേൽക്കുള്ളൂ റാഷിബ? എഴുന്നേൽക്കും, മക്കളെ മദ്രസിലാക്കണം. അല്ല, നിസ്കാരം അത്ര നേരത്തെ പോകുന്നതിന് കുറച്ചുകൂടെ നേരത്തെ എണീറ്റാ മതി. എക്സ്ക്യൂസസ് എന്ന് പറയുന്ന സാധനം ഇവിടെ വെട്ടിക്കളയണം കേട്ടോ. ആ സാധനം കൊണ്ട് നടക്കരുത്. അത് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം കൊണ്ട് നടക്കുന്നോ അത്രയും സക്സസ് ഉണ്ടാവില്ല. എല്ലാത്തിനും എക്സ്ക്യൂസ് കാണാൻ നിൽക്കുന്നു. രാവിലെ എനിക്ക് നിങ്ങളെ ഒരു അരമണിക്കൂറെങ്കിലും, ഒരു 20 മിനിറ്റെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. മെഡിറ്റേഷനിലൂടെ ഒരു പ്രഭാതം തുടങ്ങാനും നേരത്തെ എഴുന്നേറ്റ് നല്ല പ്രയർ ഉൾപ്പെടെ നല്ലൊരു ശീലത്തിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനും, ഒപ്പം മെഡിറ്റേഷൻ, പിന്നെ കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ എഴുതി ഒരു ട്രാക്കിലാക്കി നിങ്ങൾ ഈ 21 ഡേയ്സിലൂടെ കൊണ്ടുപോകണമെന്നുണ്ട്. അതാണ് ഈ 21 ഡേയ്സ് ഫോളോ അപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കാര്യം. ഓക്കെ, നമുക്ക് ഓൾറെഡി 5:20 എനിക്ക് സെഷൻ ഉണ്ടാവും. ആ സെഷൻ അതിന് തൊട്ട് മുന്നേ ഒരു 5 മണിക്ക് to 5:20 വരെ എനിക്ക് നിങ്ങളെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5:15 to 5:45 വരെ എന്നാലും മതി. അല്ലെങ്കിൽ 5 to 5:20 പെർഫെക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി പ്രയർ കഴിഞ്ഞിട്ട് എനിക്ക് സെഷനിലേക്ക് കടക്കാനും പറ്റും. അപ്പൊ അങ്ങനെ 5 to 5:20 എനിക്ക് നിങ്ങളെ കിട്ടുമെങ്കിൽ നിങ്ങളൊരു 4:30 എഴുന്നേൽക്കേ പറ്റും. റെഡി ആണോ? നംസീറയ്ക്ക് അവിടെ, നംസീറ ഇപ്പൊ എവിടെയുള്ളത്? പുറത്താണോ? ഹസ്ബൻഡ് അടുത്താണോ ഇപ്പൊ ഉള്ളത്? അതെ. അപ്പൊ നമ്മൾ നമ്മുടെ 4:30 എന്ന് പറയുമ്പോൾ ഓക്കെ ആണോ? 3 മണി. ഞാൻ ആ സമയത്ത് കിടക്കാറ്. എണീക്കല്ല, കിടക്കുന്നതാ ടൈം. 3 മണിക്ക് കിടക്കുന്ന. അപ്പൊ ഇത് കൂടെ കഴിഞ്ഞിട്ട് അങ്ങ് കിടന്നാ മതിയല്ലേ? ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുറക്കത്ത് പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നിസ്കരിക്കാൻ നീക്കും. അതിന്റെ ഇടയ്ക്ക് അപ്പൊ തന്നെ ഒരു ഓക്കെ, അപ്പൊ നമ്മള് നിസ്കാരം കഴിഞ്ഞ ഒരു തഹജ്ജുദ് പ്രയർ ഒക്കെ ആവാം അല്ലെ? നല്ല പ്രഭാതത്തിൽ നല്ല 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ആത്മാർത്ഥമായിട്ട് ആ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പ്രപഞ്ച ശക്തി അതിന് ഇരട്ടി പവർ തരും.
അപ്പൊ ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് വീണയൊക്കെ ആ ഒരു യാമങ്ങളിൽ, അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ, പുലർകാലത്തിനെ വരവേൽക്കുന്ന ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്റെ ആഗ്രഹം പോലെ നല്ല സുന്ദരിയായ ഒരു കുഞ്ഞിനെയൊക്കെ കിട്ടാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ ഒരു ടൈമിലേക്ക്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മളൊരു മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ടു ഡു ലിസ്റ്റ്, നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിനെയും കൂടെ എഴുതി വെച്ച് ആ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാണ്. പിന്നെയും കുറെ ഉണ്ട് കേട്ടോ, 13 കാര്യങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. മെല്ലെ മെല്ലെ തരാന്ന് വെച്ചിട്ടാ. അപ്പോ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. റെഡി ആണോ? റെഡി. റെഡി? ആത്മാർത്ഥമായ റെഡി പറയണം. 5 മണിക്ക് പ്ലാറ്റ്ഫോം ഓപ്പൺ ആവുമ്പോ നിങ്ങൾ അവിടെ കാണണം. റെഡിയാവാം. റെഡിയാണ്. റെഡിയാണ്. ഉഷ മാം റെഡിയാവാം. റെഡി ആവാം. ഒരു സംശയം ഉണ്ടോ അവിടെ? ഞാൻ നീക്കൂല എന്നുള്ള? നീക്കാറുണ്ടാവുമല്ലോ അല്ലേ? ചെറുതായിട്ട് തിരക്കുണ്ടോന്ന് ചോദിക്കാം. ചെറുതായി സംശയമുണ്ട്. സംശയത്തിനെ അങ്ങ് മാറ്റി വെക്കും. വീണ, ടൈം അപ്പോ എന്തായിരിക്കും? ഡ്യൂട്ടി കഴിഞ്ഞ് പോവോ? ടൈം എനിക്ക് രാവിലെ 7 മണി വരെ ഡ്യൂട്ടി ഉണ്ടാവും, നൈറ്റ് തുടങ്ങിയാല്. ഓക്കെ, ഞാൻ അതിന്റെ അപ്പൊ ഇടയില് എങ്ങനെ കേറാൻ പറ്റുമോ? വീണ ലെഫ്റ്റ് ആയിപ്പോയി. ഓക്കെ, ഫാദർ, ആർ യു അവൈലബിൾ ദാറ്റ് ടൈം? എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും സ്റ്റക്ക് ആവുന്നത്. എപ്പോഴും അതെ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. വീണയുടെ നെറ്റ് ഇഷ്യൂ ആണ്. ഓക്കെ, എനിക്ക് ലാസ്റ്റ് കുറച്ചൊക്കെ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്താണ്? കേട്ടില്ല. ലാസ്റ്റിലത്തെ കുറച്ചൊന്നും എന്നോട് പറഞ്ഞൊന്നും എനിക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ റിപ്ലൈ എനിക്ക് തോന്നുന്നു മാമിന് കേട്ടില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്ക് തന്നെ. സ്റ്റക്ക് ആവുന്നോണ്ടേ ഓക്കെ, നല്ല എന്നെ കൊണ്ട് റേഞ്ച് ചെയ്യാൻ ഉണ്ട്. വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്റെ ടൈം വെച്ചിട്ട്. ഓക്കെ, പക്ഷെ ഞാൻ പാർട്ടിസിപ്പേഷൻ നല്ല ആക്റ്റീവായിട്ട് ഞാൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. കാരണം ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ, അതെ, നമ്മുടെ സെൽഫിന് എന്റെ വേണ്ടി. ഒരു വലിയ ലക്ഷ്യം അതന്നെ. നിങ്ങളെ ഞാൻ വളരെ കുറച്ചു പേരെ ഈ ഒരു സെഷനിലേക്ക് കണക്ട് ചെയ്യാനുള്ള കാരണം, അത് വലിയൊരു കമ്മ്യൂണിറ്റി, വലിയൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും അതിന്റെ ഒരു റിസൾട്ട് അത്ര പവർഫുൾ ആയിരിക്കില്ല. കുറച്ച് പേരിലൂടെ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴാണ് അത് നല്ലൊരു ലൈറ്റ് ആയിട്ട് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ 5 ബാച്ച് കംപ്ലീറ്റ് ചെയ്തതും ഇതുപോലെയല്ല. ആ ഒരു സെഷൻ അവർക്ക് കൊടുക്കുന്നു, പോകുന്നു. എന്റെ ഈ 6ാമത്തെ ബാച്ച് എന്ന് പറയുന്നത് 2 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വരുന്നത്. ആ 2 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഞാൻ പുതിയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് പിന്നെ അടുത്തൊരു സെഷനായിട്ട് നിങ്ങളായിട്ട് ഇരിക്കുന്നത്. അപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന കാര്യം, ആ ഒരു ചേഞ്ച് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റണം. വെറുതെ കുറെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. നമ്മളത് പ്രാവർത്തികമാക്കുന്ന സമയത്താണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നാളെ 5 മണിക്ക് കാണാം. റെഡി? രാഷിഫ, റെഡിയാണ് മാം. കറക്റ്റ് അലാമൊക്കെ വെച്ച് കുറെ സ്നൂസ് ചെയ്ത് കിടക്കണ്ട. ഒറ്റ അലാം മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഒറ്റ അലാം വെക്കുക. ആ അലാമില് സ്നൂസ് ചെയ്ത് പോവരുത്. സ്നൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ കൊടുക്കുന്നത് റോങ് മെസ്സേജ് ആയിരിക്കും. യു ആർ റോങ് എന്നുള്ള മെസ്സേജ് ആണ് സബ് കോൺഷ്യസ് മൈൻഡിന് ഏർലി മോർണിംഗിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ആൾ ഒരിക്കലും നിങ്ങളെ കൂടെ നിൽക്കൂല. ഓക്കെ, അപ്പോ ഒറ്റ 5 അലാമിൽ o'clock അല്ല മാം? 5 o'clock ഇവിടെ എത്തണം. ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ എന്നാ മൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഗ്രൂപ്പിൽ നല്ല ആക്റ്റീവായിട്ട് നിങ്ങൾ ഉണ്ടാവണം. സംസാരിക്കാൻ പ്രയാസമുള്ള ആളുകൾ, ഇതുവരെ വോയിസ് ചെയ്യാൻ മടിയുള്ളവർ, വീഡിയോ ചെയ്യാൻ മടിയുള്ളവര്, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് ഈ ഗ്രൂപ്പിന് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയിട്ട് ഗ്രൂപ്പിൽ ഇടുക. അത് കണ്ട് നമുക്ക് ലാസ്റ്റ് സെഷനിലെ എക്സ്പീരിയൻസ് കൂടെ കിട്ടുമ്പോൾ നിങ്ങൾ വന്ന ചേഞ്ച് ശരിക്കും മനസ്സിലാവും. റെഡി? അപ്പൊ തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു മിനിറ്റിന്റെ വീഡിയോ മതി. അത് നിങ്ങൾ വേഗം ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് ഗ്രൂപ്പിൽ തട്ടിക്കും.
മറക്കരുത്. പറയുന്ന ഓരോ ടാസ്കുകളും കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെ വഴിക്ക് പോയി കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. യാ. അപ്പോ നല്ലൊരു ശുഭരാത്രി. എല്ലാവരും സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് നല്ല നല്ല ലക്ഷ്യങ്ങളിലേക്ക്, നല്ല ഓരോ വിത്തിനുള്ളിലും ഒരു മരമുണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ മനുഷ്യനുള്ളിലും ഒരു സത്തുണ്ട്. ആ സത്തിനെ നമ്മൾ എപ്പോഴാണോ കണ്ടെത്തുന്നത്, അവിടെയാണ് നമുക്കൊരു മരമായിട്ട്, ഒരു മരമേകുന്ന തണല് പോലെ, ഒരു മരമേകുന്ന മധുരമൂറുന്ന പഴങ്ങൾ പോലെ മറ്റുള്ളവർക്ക് തണലേകാനും മധുരമൂറുന്ന പഴങ്ങൾ നൽകാനും നമുക്ക് സാധിക്കുള്ളൂ. സോ നിങ്ങൾക്കും ആ ഒരു തണലും മധുരവും നൽകാൻ ഞാൻ എന്നും കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ആ ലൈറ്റ് ഇവിടെ സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് സുന്ദരമായിട്ട് കിടന്നുറങ്ങുക. താങ്ക് യു സോ മച്ച്. നാളെ രാവിലെ 5 മണിക്ക് കാണണം. പറ്റെങ്കിൽ കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ചിട്ട് വരാം. ഓക്കെ. അല്ലാത്ത പണിയാണ് മോശി. വിചാരിക്കണ്ട എങ്ങനെ പോ. ഒരാഴ്ച ഉണ്ടാവുള്ളൂ. ആകെ ഒരു പ്രശ്നം അതേ ഉള്ളൂ. അറിയാവുന്നതല്ലേ മറ്റേ എത്രത്തോളം ഗ്രൂപ്പിന്ന് മടിച്ചിയായിരുന്നു. നേരത്തെ എഴുന്നേക്കലൊക്കെ ശരിയായിട്ടുണ്ട്. ആ അതെ. രാവിലത്തെ കുളിയുടെ അല്ലെ, മോസിക്ക് എന്റെ ലൈഫ് ഏകദേശം അറിയുന്ന കക്ഷിയാണ്. ഞാൻ എന്തായിരുന്നു എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നടക്കുന്നതേ. പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ കുളിച്ചു തുടങ്ങും. ഒരാഴ്ച റിസ്ക് ഉണ്ടാവും. മടിയൊക്കെ തോന്നും. ഓട്ടോമാറ്റിക്കലി കുളിക്കാതെ കൂടെ പോരാൻ തോന്നൂല എന്നുള്ള അവസ്ഥയ്ക്ക് എത്തും ഉറപ്പായിട്ടും. അപ്പൊ നാളെ കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പത്തിയാളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. റെഡി? ഓക്കെ. താങ്ക് യു സോ മച്ച്. Good night, sweet dreams, all are. Thank you. Good night. യാ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.